ഉദ്ദേശത്തോടു കൂടി നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്ന് നാം പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ ഒരു വിശിഷ്ടാതിഥി, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ സമാദരണീയനായ പ്രൊഫസർ കെ എ സിദ്ദീഖ് ഹസൻ സാഹിബ്, എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ സമാപനം നിർവഹിച്ചുകൊണ്ട് മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ സാഹിബ് സംസാരിക്കും. അദ്ദേഹത്തെയും ഇവിടെ സംബന്ധിച്ചിട്ടുള്ള എല്ലാവരെയും, ഞങ്ങളുടെ വിശിഷ്ടാതിഥികളായി സംബന്ധിച്ചിട്ടുള്ള എല്ലാവരെയും, ഞാൻ വിട്ടുപോയ ഈ ചാനലിൻ്റെയും കോഴിക്കോടിൻ്റെയും കാരണവരായ പി കെ അഹമ്മദ് സാഹിബിനെ പ്രത്യേകിച്ചു മീഡിയ വൺ മാധ്യമം കുടുംബാംഗങ്ങളെ മുഴുവനും, ഈ ചാനലുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ വ്യവസായ പ്രമുഖരായ സർവരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നന്ദി ശ്രീ സലാം അഹമ്മദ്. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി മാധ്യമം മീഡിയ വൺ ചെയർമാൻ ശ്രീ ടി ആരിഫ് അലിയെ സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഇബാദില്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവും കരുണാവാരിധിയുമായ പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ഫെബ്രുവരി 10 ഉദ്ഘാടനം ചെയ്യപ്പെട്ട മീഡിയ വൺ ചാനൽ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് വളരെ ഗൗരവമുള്ള എന്നാൽ ലളിതമായ ഒരു ചടങ്ങ് നടക്കുകയാണ്. അത് പ്രോഗ്രാം സ്റ്റുഡിയോവിൻ്റെ ഉദ്ഘാടനമാണ്. ഈ സംരംഭത്തിലേക്ക്, ഈ സംഗമത്തിലേക്ക് വന്നു ചേർന്ന എല്ലാവരെയും ഒന്നുകൂടി ഞാൻ മാധ്യമം കുടുംബത്തിന് വേണ്ടി, മീഡിയ വൺ കുടുംബത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഫെബ്രുവരി 10 ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ആ സദസ്സിൽ വെച്ച് ഉണ്ടായിട്ടുള്ള ചില പരാമർശങ്ങളും പ്രകടിപ്പിച്ചിട്ടുള്ള ചില ആശയഗതികളും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു നിലവിലുള്ള സംവേദനശീലങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ സംവേദനശീലങ്ങൾ സമൂഹത്തിന് സംഭാവന നൽകിക്കൊണ്ട് നേര് നന്മ എന്ന തലക്കെട്ടിൽ ഒരു ചാനൽ കൊണ്ടുവരുന്നത് വമ്പിച്ച ഒരു വെല്ലുവിളിയായിരിക്കുമെന്ന്. ആ വെല്ലുവിളിയാണ് നാം ഏറ്റെടുക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ 10 മാസത്തെ അനുഭവം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, ഒരളവിൽ നമുക്ക് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വാർത്ത അവതരണ രീതിയിലും വാർത്തയുടെ ഉള്ളടക്കത്തിലും ഗൗരവപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മാറ്റങ്ങൾ മറ്റു ചാനലുകളെയും സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ വാർത്തകളിൽ ദേശീയ പ്രശ്നങ്ങളുടെ ഉള്ളടക്കം, അന്തർദേശീയ പ്രശ്നങ്ങളുടെ ഉള്ളടക്കം എന്നിവയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. വളരെ സെൻസേഷണലായി മാത്രം അവതരിപ്പിക്കപ്പെട്ട വാർത്തകളെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാൻ പല സന്ദർഭങ്ങളിലും നമുക്ക് സാധ്യമാവുകയുണ്ടായി. വാർത്തേതര പരിപാടികളുടെ രംഗത്തും കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് ഇരുന്ന് കാണാൻ കഴിയുന്ന സ്വഭാവത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിക്കുവാൻ നമുക്ക് സാധിച്ചു.
പക്ഷേ എല്ലാമായി എന്ന് നമുക്ക് പറയാനായിട്ടില്ല. ഇപ്പോഴും നമ്മളിതിനെ ഒരു വലിയ വെല്ലുവിളിയായി തന്നെയാണ് കാണുന്നത്. നമുക്ക് നമ്മുടെ ചില സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്, എത്തിച്ചേ മതിയാവും. അതെത്തിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു മാധ്യമം നമ്മൾ ഉപയോഗപ്പെടുത്തിയേ മതിയാവും. മറ്റു വഴികളില്ല. അങ്ങനെ അവരിലേക്ക് എത്തണമെങ്കിൽ അവരിലേക്ക് എത്തുന്ന തരത്തിലുള്ള മാധ്യമങ്ങളും വഴികളും അവതരണ രീതികളും നമ്മൾ കണ്ടെത്തിയേ മതിയാവും. ജനങ്ങളോട് സംവദിക്കാത്ത ഒരു ദൃശ്യമാധ്യമത്തിന് പ്രസക്തി ഉണ്ടാവുകയില്ല, മൂർച്ചയുണ്ടാവുകയില്ല. അതുകൊണ്ട് ജനങ്ങളിലേക്ക് ചെന്നെത്തുകയും അവരോട് സംവദിക്കുകയും അവർക്ക് കണ്ടിരിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ചാനൽ, ആ ചാനലിലൂടെ നമ്മുടെ സന്ദേശങ്ങൾ കൊണ്ടുചെന്നെത്തിക്കണം എന്ന് നാം വിചാരിക്കുന്നു. കഴിഞ്ഞ 10 മാസത്തെ അനുഭവം വെച്ചുകൊണ്ട് അത് എളുപ്പമല്ല എന്നു തന്നെയാണ് നമ്മോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ അത് ചെയ്തേ പറ്റൂ എന്നുള്ള ആഹ്വാനവും നമ്മുടെ സമൂഹവും നമ്മുടെ അന്തരീക്ഷവും നമ്മോട് മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം മുന്നോട്ട് തന്നെ പോകാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്റ്റുഡിയോവിൻ്റെ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നു അധികം താമസിയാതെ തന്നെ സ്വതന്ത്രമായ ഒരു പ്രോഗ്രാം ചാനലിൻ്റെയും ഉദ്ഘാടനം നമുക്ക് നിർവഹിക്കാൻ കഴിയും എന്ന്. ചിലപ്പോൾ അത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴുള്ളതുപോലെ ഉള്ള സ്വഭാവത്തിലായിരിക്കും. എന്തായിരുന്നാലും നമുക്ക് മുന്നോട്ട് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. അതിന് പ്രാർത്ഥനകളുണ്ടാകണം, നിങ്ങളുടെ ഏവരുടെയും സഹായമുണ്ടാകണം എന്ന് വിനീതമായി ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ന് വളരെ പ്രഗത്ഭരായ ആളുകൾ, ബഹുമാന്യനായ യൂസുഫ് അലി സാഹിബ് അടക്കമുള്ള ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. ഈ സന്ദർഭത്തിൽ നീട്ടിപ്പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നന്ദി. മാധ്യമം മീഡിയ വൺ ചെയർമാൻ ശ്രീ ടി ആരിഫ് അലി. നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, മീഡിയ വൺ ചാനലിൻ്റെ പുതിയ പ്രോഗ്രാം സ്റ്റുഡിയോയുടെ പ്രവർത്തനോദ്ഘാടനത്തിനാണ്. സ്റ്റുഡിയോയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ നമ്മളോടൊപ്പമുള്ളത് ലോക മലയാളിക്ക് സുപരിചിതനായ ആമുഖം ആവശ്യമില്ലാത്ത പത്മശ്രീ യൂസഫ് അലി അമ്മയാണ്. സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ പത്മശ്രീ യൂസഫ് അലി അമ്മയെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. റിയാലിറ്റി ഷോകളുടെ പതിവ് രീതികളെ മാറ്റിമറിച്ച പരിപാടിയാണ് ഞാൻ സ്ത്രീ. സ്ത്രീക്ക് ആടാനും പാടാനും മാത്രമേ സാധിക്കൂ എന്ന പൊതുധാരണ, മിഥ്യാധാരണ മീഡിയ വൺ പൊളിച്ചെഴുതി. അവൾക്ക് സമൂഹത്തിൻ്റെ പൊതുധാരയിൽ ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും രാഷ്ട്രീയത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നും മീഡിയ വൺ ഞാൻ സ്ത്രീയിലൂടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു. പുതിയൊരു ദൃശ്യ സംസ്കാരം രൂപപ്പെടുത്തുക എന്ന ദൗത്യം മീഡിയ വൺ തുടരുന്നു. പ്രൗഢമായ ഈ സദസ്സിന് മുൻപിൽ അഭിമാനപൂർവ്വം ഞങ്ങൾ ഞാൻ സ്ത്രീയുടെ 2ാം സീസൺ പ്രഖ്യാപിക്കുന്നു. ഞാൻ സ്ത്രീയുടെ സിഗ്നേച്ചർ സോങ്ങിൻ്റെ ദൃശ്യാവിഷ്കാരം അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ.